ഈശോയിലേറെ സ്നേഹമുള്ളവരെ, 3 ദിവസത്തെ ഈ ധ്യാന ശുശ്രൂഷയുടെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. യോനായുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ യഥാർത്ഥത്തിൽ യോനായിലല്ല, നമ്മളിൽ ഓരോരുത്തരിലുമാണ് എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവം പറഞ്ഞ വഴികളിൽ നിന്ന് മാറി പോയ നിമിഷങ്ങളെ ഓർത്ത് അനുതപിച്ച് തിരികെ വരാനുള്ള വലിയ ആത്മീയ അനുഭവമാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. നമ്മളായിരിക്കുന്ന സഭയിലും സമൂഹത്തിലുമൊക്കെ ഈ ഒരു തിരിച്ചുവരവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുവാനായിട്ട് ദൈവമക്കളായ നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ 3 ദിവസത്തെ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതിനെ ഓർത്ത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് നന്ദി പറഞ്ഞ് ഈ ദിവസത്തെ ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം സർവശക്തനായ ദൈവം ഒരുപാട് കരുണ തോന്നി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ശാലോം ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു മാനസാന്തരം യോനായെപ്പോലെ സംഭവിക്കേണ്ടതാണ് എന്ന് നാം തിരിച്ചറിയണം. ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടത് ദൈവത്തിൽ നിന്നും ദൈവിക പദ്ധതികളിൽ നിന്നും അകന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ കണ്ടത് പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് തിരികെ വരികയും തൻ്റെ ശുശ്രൂഷ നടത്തുകയും ചെയ്ത് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന യോനായെയാണ്. ഈ 3-ാമത്തെ ദിവസം നമ്മൾ കാണുന്നത് മറ്റൊരു യോനായെയാണ്, ഒരു 3-ാമത്തെ യോനായ്ക്ക് മറ്റൊരു മുഖമുണ്ട്. നമ്മളിങ്ങനെ വചനം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എനിക്കൊരു വല്ലാത്ത അത്ഭുതം തോന്നി. അപ്പോൾ തിരിച്ചു വന്നിട്ടും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന യോന ഇന്നത്തെ ഈ ദിവസം നമുക്ക് മുമ്പിൽ കാണിക്കുന്ന മാതൃക അതത്ര നല്ല ഒരു മാതൃകയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ആദ്യത്തെ ദിവസം ദൈവത്തിൽ നിന്ന് അകന്ന യോന, 2-ാം ദിവസം ദൈവത്തിലേക്ക് തിരികെ വന്ന ദൈവത്തോട് ചേർന്ന് നടന്ന യോന, ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ വാക്ക് പറയുവിൻ അത് തന്നെ പറഞ്ഞു. അങ്ങനെ ഉപവാസം പ്രഖ്യാപിച്ചു. ജനവും രാജാവും കന്നുകാലികളുമെല്ലാം അനുതപിച്ചു, അവരുപവസിച്ചു. ഒരു വലിയ ഒരു പശ്ചാത്താപത്തിൻ്റെ അരൂപിയിലേക്ക് കടന്നു വന്നു. ദുഷ്ടതകളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം പറഞ്ഞ ആ നിയോഗം ഒരു നല്ല അവസാനത്തിലെത്തി നിൽക്കുന്ന സമയത്ത് യോനയുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഒരു തിന്മയുടെ ചിന്ത കടന്നു വരികയാണ്. ഇത് ശരിക്കും ദൈവം നമുക്ക് നൽകുന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് ജീവിതത്തിൽ ചില നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമ്പോൾ, നമ്മിലൂടെ ദൈവം പ്രവർത്തിച്ചു എന്ന് നമുക്ക് തോന്നുമ്പോൾ, നമ്മിലൂടെ വലിയ വൻ കാര്യങ്ങൾ, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അത് ആത്മീയ കാര്യങ്ങളായാലും ഭൗതിക കാര്യങ്ങളായാലും അത് സംഭവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക അനുഭവത്തെ പറ്റിയാണ് ഇന്നത്തെ വചനം നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടന്ന യോന ഈ 4-ാമത്തെ അധ്യായമാകുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിലേക്കെത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കേൾക്കുമ്പോൾ നമുക്കൊരല്പം വ്യത്യസ്തകരമായി തോന്നാമെങ്കിലും ദൈവത്തേക്കാൾ മുൻപേ ഓടാൻ ശ്രമിക്കുന്നൊരു യോന, അതായത് താൻ പറയുന്ന വഴികളിലൂടെ ദൈവം വരണം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം. എൻ്റെ ആഗ്രഹം ഇതാണ്, അതുകൊണ്ട് ദൈവപദ്ധതിയും അതിനനുസരിച്ച് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു രീതി. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ, അത് ഏത് തരത്തിലുള്ളതായാലും, ആത്മീയമായാലും ഭൗതികമായാലും ഏത് ഭൗതിക മേഖലയിലായാലും ഒരു നേട്ടമൊക്കെ കൈവരുമ്പോൾ നമ്മുടെ ജീവിതം 2 കാലിൽ നിൽക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയാണ്, ദൈവം ഇങ്ങനെ ആകണം, ഇതല്ലേ കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ താബോർ മലയിൽ കർത്താവ് രൂപാന്തരപ്പെടുന്ന സമയത്ത് പത്രോസും യോഹന്നാനും യാക്കോബും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ വലിയ മഹത്വം അവർ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഇവിടെ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമാണ് എന്ന് തോന്നുന്നു എങ്കിലും ഇതേ പത്രോസ് തന്നെയാണ് പിന്നീട് ഇതുപോലൊരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ തന്നോടുകൂടെ ഉണർന്നിരിക്കണമെന്ന് പറയുമ്പോൾ ഉറങ്ങിപ്പോകുന്നത്. അപ്പോൾ ബലഹീനത അദ്ദേഹത്തെ വിട്ടുമാറിയിട്ടില്ല. ചില ആത്മീയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി, നമ്മിലൂടെ വലിയ കാര്യങ്ങളൊക്കെ നടന്നു, ഒത്തിരി പേരൊക്കെ മാനസാന്തരപ്പെട്ടു.
ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു അഹംഭാവം വളരാൻ സാധ്യതയുണ്ട്. ദൈവം പറയാത്ത ചില ഇടങ്ങളിൽ താവളമടിക്കാൻ, അത് നമ്മൾ ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി കാണുന്നൊരു കാര്യമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ കൂടാരമടിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുകയാണ്. അത് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അനുഭവത്തിലേക്ക് കടന്നു വരാം. യോനായുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കുന്നത് 4-ാമത്തെ അധ്യായം 1-ാം വചനത്തിലാണ്. അത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും തോന്നാം, എന്തുകൊണ്ടാണ് ഈ യോന ഇങ്ങനെ പെരുമാറുന്നത്? ഹല്ലേലൂയ. അതായത് വചനം ഇങ്ങനെ പറയുകയാണ്, യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപിതനുമായി. എന്തിലാണ് അസംതൃപ്തനായത്? താൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിനവയിൽ ചെന്ന് അനുദപിക്കണമെന്ന് പറഞ്ഞു, സുവിശേഷത്തിൻ്റെ സനാതന സത്യങ്ങൾ, മാനസാന്തരത്തിൻ്റെ ആദിപാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ആ ജനം യോന പറഞ്ഞതുപോലെ ചെയ്തു. അവർ മാനസാന്തരപ്പെട്ടു, ഉപവസിച്ചു, എല്ലാവരും ചാക്കൊടുത്ത് ചാരം പൂശി പാപത്തെ ഓർത്ത് അവർ ദുഃഖിച്ചു. അവരുടെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് യോനായുടെ ഭാവം മാറി. അത് യോന ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മനസ്സ്, ഒരു വൈരുദ്ധ്യം, ഒരു വിരോധം യോനയുടെ ഉള്ളിൽ കിടക്കുകയാണ്. വിരോധത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ യോന ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ യോന ചെയ്ത ശുശ്രൂഷ ഒരു ജെനുവിൻ ശുശ്രൂഷയാണോ എന്ന് ചോദിച്ചാൽ അത്ര ജെനുവിൻ അല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം മനുഷ്യരുടെ മുൻപിൽ അത് വലിയൊരു മഹാശുശ്രൂഷയായിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ അവൻ ആഗ്രഹിച്ചത് ഈ നിനവെ നശിച്ചു പോകണം എന്ന് തന്നെയാണ്. കാരണം തൻ്റെ മാതൃരാജ്യമായ ഇസ്രായേലിനോട് ശത്രുത പുലർത്തിയിരുന്ന ഈ നിനവെ രാജ്യം തകർന്നു പോകണമെന്ന് അവൻ മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ആത്മീയ ശുശ്രൂഷകൻ്റെ മനസ്സാണോ ഇത്? പ്രിയമുള്ളവരെ, മാമോദീസായിലൂടെ ദൈവം നമുക്ക് നൽകിയ നിയോഗം എന്താണ്? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള മനുഷ്യരാണ് നമ്മളെങ്കിൽ, അങ്ങനെ ഒരു നിയോഗം ലോകത്തിൽ പേറിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ, മറ്റൊരാൾ ഉയരുമ്പോൾ നമ്മൾ അസൂയപ്പെടുന്നത് എന്തിനാണ്? മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വെള്ളി വെളിച്ചം വീഴുമ്പോൾ, പുരോഗതിയുടെ ഒരു നേർരേഖ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അസൂയപ്പെടുന്നത് എന്തിനാണ്? അത് ക്രിസ്തീയ ആത്മീയതയ്ക്ക് എതിരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അസൂയ ഒരുവനെ കൊടും പാപിയാക്കി മാറ്റും. അധികമായ ഭൗതികതയോടുള്ള ഭ്രമം ഒരാളെ അന്ധനാക്കി മാറ്റും. സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള ഒരുവൻ്റെ തീർത്താൽ തീരാത്ത ആസക്തി അവനെ നിത്യ നരകത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യ നരകാഗ്നിയിലേക്ക്, കൊടിയ അഗ്നിയിലേക്ക് വീഴ്ത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വലിയ ഒരു കൃപ ലഭിക്കേണ്ട ഒരു അവസരത്തിൽ ഒരു ശുശ്രൂഷകൻ എന്ത് ചെയ്യുകയാണ്? അവൻ ചെയ്ത ദൈവിക ശുശ്രൂഷകളെ ഓർത്ത് അസംതൃപ്തനായി മാറി എന്നുള്ളതാണ്. ഇന്ന് അനേകം ആളുകൾ, അനേകമെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. അതായത് ധാരാളം പേര് അവർ ദൈവത്തിന് കൊടുത്ത സമയത്തെ ഓർത്തു, ദൈവരാജ്യത്തിന് വേണ്ടി ഓടി നടന്നതിനെ ഓർത്തൊക്കെ വിലപിച്ച് നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ദൈവത്തിന് വേണ്ടിയൊക്കെ ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലും മനുഷ്യർക്ക് വലിയ സ്വാധീനങ്ങളില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന മിഷൻ മേഖലകളിലൊക്കെ പോയി സുവിശേഷമൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഈ ആത്മീയ ശുശ്രൂഷ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അതൊരു യൂദാസിൻ്റെ മനോഭാവമാണ്. പുതിയ നിയമത്തിൽ പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ പാദത്തിങ്കൽ സുഗന്ധലേപനം പൂശുമ്പോൾ വശത്തിരുന്ന യൂദാസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയും ഈ വലിയ വിലപിടിപ്പുള്ള തൈലം പാഴാക്കി കളഞ്ഞത്? ഈ തൈലം ദൈവ ശുശ്രൂഷയാണ്. കർത്താവിന് വേണ്ടി ചെയ്ത ഈ ശുശ്രൂഷ പാഴാണ് എന്ന് ചിന്തിക്കുന്ന ഒരനുഭവം, അത് ശരിക്കും പൊറുക്കാനാകാത്ത ഒരു തെറ്റാണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. യൂദാസിൻ്റെ പാപം അതായിരുന്നു. യൂദാസ് ദൈവിക ശുശ്രൂഷകളെ വിലമതിച്ചതായി കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ ജീവിത നിയോഗം സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള നമ്മുടെ മനസ്സാണ്. ആ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ, അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയായാലും കർത്താവിന് വേണ്ടി ചെയ്തതിനെ ഓർത്ത്, ദൈവത്തെ ആരാധിക്കാൻ നമ്മളെടുത്ത സമയത്തെ ഓർത്ത്, നമ്മുടെ സൗന്ദര്യത്തെ ഓർത്ത്, നമുക്ക് കിട്ടിയ സമ്പത്തിനെ ഓർത്ത്, അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ച പലതിനെയും ഓർത്ത് നമ്മൾ ഒരിക്കലും ഒരു നഷ്ടബോധത്തിൽ ജീവിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിന് കൊടുത്തതെല്ലാം കണക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ യോന വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് വന്നു.
അവനൊരിക്കലും ഈ മാനസാന്തരം ആഗ്രഹിച്ചിരുന്നില്ല. നിനവേ വാസികൾ മുഴുവൻ സ്വർഗത്തിൽ നിന്ന് സോദോം ഗോമോറ നശിപ്പിക്കപ്പെട്ടതുപോലെ നശിപ്പിക്കപ്പെടണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഒടുവിൽ അവൻ നേരത്തെ ചെയ്ത പാപം എന്താണ്? താർസീസിലേക്ക് ഓടിപ്പോയ പാപം. അതൊരു പാപമായിരുന്നല്ലോ. അതിനെയും ഈ അവസരത്തിൽ ന്യായീകരിക്കുന്നുണ്ട്. ഒരാത്മീയ ബോധമുള്ളവൻ ഒരിക്കലും തൻ്റെ തെറ്റിനെ ന്യായീകരിക്കുന്നവനല്ല. നമ്മുടെ ഉള്ളിൽ ആത്മീയ വളർച്ചയുണ്ടോ എന്നറിയാനായിട്ട് ഒരു കാര്യം നിങ്ങൾ പരിശോധിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നവരാണോ? നിങ്ങൾ ചെയ്ത തെറ്റുകളെ, കുമ്പസാരക്കൂട്ടിൽ പോലും നമ്മൾ നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട് ബോധപൂർവം. അത് ദൈവസന്നിധിയിൽ നമ്മൾ നടത്തുന്ന ഒരു നിഷേധ മനോഭാവമാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്കൊരു തെറ്റ് പറ്റിയാൽ ആദത്തെ പോലെ ഇത് ഹവ്വ തന്നതാണ്, ഹവ്വ പറഞ്ഞു ഇത് പാമ്പ് തന്നതാണ്, അങ്ങനെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ തെറ്റുകളെ നീതീകരിക്കാൻ പാടില്ല എന്ന് ഈ 3 നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും പാപമോചനം നൽകാൻ കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിനവയിലേക്ക് ഓടിപ്പോയതിനെ പറ്റി യോന ഇവിടെ ന്യായീകരിക്കുകയാണ്. യോന പറയുകയാണ്, ഞാൻ അന്ന് ഓടിപ്പോയത് ഇതുകൊണ്ടാണ്. കാരണം നീ വലിയ കാരുണ്യവാനാണെന്ന് എനിക്കറിയാം. ഞാൻ പ്രസംഗിച്ചാലും പ്രസംഗിച്ചില്ലെങ്കിലും 1,00,000-ൽ പരം വരുന്ന നിനവേ വാസികളെ നീ ഒരിക്കലും തീയും ഗന്ധകവും ഇറക്കി നശിപ്പിക്കുകയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പാഴുപണിക്ക് വരാത്തത് എന്നൊരു ചിന്ത യോനയുടെ മനസ്സിൽ വന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, വിശുദ്ധത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ യോന എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അവൻ നഗരത്തിന് പുറത്തേക്ക് പോയി. ഈ പുറത്തേക്ക് പോയി എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടൻ തന്നെ യൂദാസ് പുറത്തുപോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ സമയം ഇരുട്ടായിരുന്നു എന്ന് നമ്മൾ യോഹന്നാൻ കൂട്ടി എഴുതി ചേർക്കുന്നുണ്ട്. അന്ധകാരത്തിലേക്ക് പോയി, ദൈവസാന്നിധ്യത്തിലേക്ക് പോയി. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സുവിശേഷത്തിൻ്റെ വചനങ്ങൾ, വചനത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരത്തിൽ നിന്ന് ഒരു ശുശ്രൂഷകൻ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റേതായ ഇടത്താവളങ്ങൾ തപ്പിപ്പോകുന്നവനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ദൈവിക ഇടങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുവാൻ പാടില്ല. ദൈവിക ഇടങ്ങൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സാധാ സംഭവമായിട്ട് മാറി ദേവാലയങ്ങളൊക്കെ അശുദ്ധമാക്കപ്പെടുന്ന പ്രക്രിയകൾ. ദേവാലയങ്ങളെ സമരമുഖങ്ങളാക്കി നമ്മൾ മാറ്റാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യോനായ്ക്ക് പറ്റിയ ഒരു അബദ്ധം അവൻ നഗരത്തിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ്. ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന നഗരത്തിൽ നിന്ന് ലൂക്കാ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ ബഥാനിയായിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരം വിട്ടുപോകരുത്. ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നതും നമ്മളായിരിക്കുന്ന ഇടവും തമ്മിൽ ഒരു പ്രാധാന്യമുണ്ട്. ദൈവം പറഞ്ഞ ഇടങ്ങളിൽ ആയിരിക്കുക. നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോയവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ധൂർത്തപുത്രന് സമാനമാണ്. അവൻ ഇറങ്ങിപ്പോകുന്നത് ഒരു പന്നിക്കൂട്ടിലേക്കാണ്. അവൻ്റെ യാത്ര വിശുദ്ധ ഇടങ്ങളിലേക്കല്ല, ഉന്നതങ്ങളിലേക്കല്ല. അവൻ്റെ യാത്ര താഴ്വരകളിലുള്ള പന്നിക്കൂടുകളിലേക്കാണ്. അങ്ങനെ നഗരം വിട്ടു പോകുന്ന യോന അവനെന്ത് ചെയ്തു? അവനൊരു കൂടാരമടിച്ചു. അവൻ മാറിയിരുന്നൊരു കൂടാരമടിച്ചു. തൻ്റേതായ കൂടാരങ്ങൾ നിർമ്മിക്കുന്നവൻ. അതൊരു അബദ്ധമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു അബദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവ സാന്നിധ്യമില്ലാത്ത കൂടാരങ്ങൾ അടിക്കുവാൻ പാടില്ല. ഇസ്രായേൽ ജനം യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മൾ ആ യാത്രാ വിവരണം പുറപ്പാട്, ലേവ്യ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവർ കൂടാരമടിക്കുന്നത് എവിടെയാണ്? ദൈവം പറയുന്ന സ്ഥലത്താണ്. മോശ കൂടാരമടിക്കാൻ വേണ്ടി ഇടം കണ്ടെത്തിയിരുന്നത് എവിടെയാണ്? മേഘം വന്ന് എവിടെ നിൽക്കുന്നോ അതിൻ്റെ അടിത്തട്ടിൽ അവർ കൂടാരമടിക്കും. മേഘം എപ്പോൾ നീങ്ങിത്തുടങ്ങുന്നോ ഉടനെ കൂടാരത്തിൻ്റെ വിരികൾ അഴിച്ച് അവർ യാത്ര തുടങ്ങും. അതായത് ദൈവം പറഞ്ഞ ഇടങ്ങളിൽ അവിടെയാണ് മന്ന പൊഴിക്കപ്പെട്ടത്, അവിടെയാണ് ഭക്ഷണം നൽകപ്പെട്ടതും, അവിടെയാണ് കാടപ്പക്ഷികൾ കൂടാരത്തിന് മുമ്പിലേക്ക് വന്നു വീണത്. ദൈവം പറയാത്ത ഇടങ്ങളിൽ കൂടാരമടിച്ചാൽ അവിടെ പ്രഭാതങ്ങളിൽ പൊഴിയപ്പെടുന്ന മന്ന ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ ഒരു കയ്പ് വെള്ളത്തെ മധുരീകരിക്കുന്ന മാറായുടെ അനുഭവത്തിന് നമുക്ക് യോഗ്യതയുണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ദൈവം പറയുന്ന സ്ഥലങ്ങളിൽ കൂടാരമടിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ കൂടാരമടിക്കുമ്പോഴും യോന കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അകന്നപ്പോഴും നമ്മളൊരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. അതാരാണെന്നറിയാമോ? കാരുണ്യം കൊണ്ട് നിൽക്കുവാനോ ഇരിക്കുവാനോ പോലും പറ്റാത്ത ഒരു ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ കാണുകയാണ്. ആ കൂടാരത്തിൻ്റെ വശത്ത്
അവന് തണലൊരുക്കുവാൻ, ആ പാറപ്പുറത്ത് അവന് തണലൊരുക്കുവാൻ ഒരു ചെടിയെ ദൈവം ഒരുക്കി. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മരുഭൂമി അനുഭവങ്ങളിലും നമ്മുടെ തലയ്ക്ക് മീതെ നിഴൽ വിരിക്കാൻ, തണൽ വിരിക്കാൻ ഒരു ചെടി ഒരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം. ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂന്തോട്ടം സ്വന്തമായിട്ട് തരുന്ന കാരുണ്യവാനായ ആബാപിതാവിൻ്റെ ചിത്രം. കർത്താവിൻ്റെ കരുണയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മളെത്ര അകറ്റിയിട്ടും ഇറങ്ങിപ്പോകാത്തൊരു സ്നേഹത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യ സ്നേഹം. നമ്മളെത്ര അകറ്റിക്കളഞ്ഞാലും മാറിപ്പോകാത്തൊരു സ്നേഹത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യ സ്നേഹം. കാൽവരിയുടെ കൽവഴികളിൽ അവസാനത്തുള്ളി ചോര പോലും നമുക്ക് വേണ്ടി ഇറ്റു നൽകിയ ഒരു പ്രാണൻ്റെ പേരാണ് ദിവ്യകാരുണ്യ സ്നേഹം. അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് കഴിയാവാതിരിക്കട്ടെ. ആ സ്നേഹത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നമുക്കിടയാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യത്തിൻ്റെ ആ മൂർത്തമായ രൂപം ഒരു ചെടി ഒരുക്കി കർത്താവ് കാത്തിരിക്കുകയാണ്. എന്നാൽ തൻ്റെ ശിഷ്യനെ ഒരു കാര്യം പഠിപ്പിക്കുന്നതിൽ കർത്താവ് ആ അവസരത്തെ വിനിയോഗിക്കുന്നു. നമ്മളെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിലും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായത്തിലും നമ്മളൊരു വചനം വായിക്കുന്നുണ്ട്. വചനം ഇങ്ങനെയാണ്: എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. നമ്മളെ ഉപദേശിക്കുന്ന കർത്താവ്, ഞാൻ നിന്നെ ഉപദേശിക്കാമെന്ന് വചനം പറയുകയാണ്. എപ്പോഴും നമ്മളെ ഉപദേശിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ ഏത് വഴിയിൽ പോകണം, ഒരു വഴി തെറ്റിയാൽ ആ വഴിക്ക് പകരം ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു ദൈവം. ഈ ചെടിയെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു പുഴുവിനെ ദൈവം വിടുകയാണ്, ദൈവം അയച്ചു. അപ്പോൾ തന്നിൽ നിന്ന് അകന്നു പോയെങ്കിലും ഒരു ചെടിയെ നൽകി ഒരു തണലൊരുക്കിയ ദൈവം പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു പുഴുവിനെ അയച്ചും ഒരു തെക്കൻ കാറ്റ് അയച്ചും യോനായെ പരീക്ഷിക്കുകയാണ്. ചെടി ഉണങ്ങിപ്പോയി, അവൻ്റെ തലയ്ക്ക് മുകളിൽ ഉഷ്ണച്ചൂടേറ്റു. ആ ചൂടേറ്റു കഴിയുമ്പോൾ അവൻ വല്ലാതെ അവൻ്റെ മനസ്സ് തിളയ്ക്കുകയാണ്. ദൈവത്തോടുള്ള വല്ലാത്തൊരു കോപം അവൻ്റെ ഉള്ളിൽ വന്നു. അത് കണ്ടിട്ട് കർത്താവ് വീണ്ടും യോനായോട് സംസാരിക്കുകയാണ്. നമ്മൾ ഈ വചനഭാഗം വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നും ദൈവം ഇങ്ങനെ പിന്നാലെ 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 ചെന്ന് സ്നേഹിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലായ്മ തോന്നാം. ദൈവത്തിന് ഇത്രയും അങ്ങ് താഴണോ? യോന പല ആവർത്തി ഇങ്ങനെ പിന്തിരിഞ്ഞു പോയിട്ടും ദൈവം പിന്നാലെ പിന്നാലെ ചെല്ലുകയാണ്. യോനായോട് വീണ്ടും ദൈവം സംസാരിക്കുകയാണ്. ബൈബിളിൽ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ അനുഭവത്തിൻ്റെ തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യോനായോട് വീണ്ടും സംസാരിച്ചിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കോപിക്കുന്നത്? ഇതാരാണ് ചോദിക്കുന്നത്? ദൈവം ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നോട് കോപിക്കുന്നത്? ദൈവത്തിൻ്റെ തീഷ്ണമേറിയ 1000 സൂര്യനേക്കാൾ ജ്വാലയുള്ള കണ്ണുകൾക്ക് മുൻപിൽ നിൽക്കാൻ മനുഷ്യന് സാധിക്കുമോ? ആ മനുഷ്യൻ ദൈവത്തോട് കോപിക്കുകയാണ്. അപ്പോൾ യോന പറഞ്ഞ മറുപടി അതിലും ധിക്കാരപരമായ ഒരു മറുപടിയായിട്ട് നമുക്ക് തോന്നാം. യോന പറഞ്ഞു, എനിക്ക് കാരണമുണ്ട്, മരണം വരെ കോപിക്കാൻ എനിക്ക് കാരണമുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, എന്താണ് ഈ സംഭവത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ, ഒരു കരുണ ലഭിക്കേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റി ചുട്ടുപൊള്ളുന്ന പാപത്തിൻ്റെ ക്രോധം, അതാണ് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് തിളച്ചുമറിയുന്നു. ആ ക്രോധത്തിൻ്റെ ചൂട്, ആ ഉഷ്ണക്കാറ്റ് അടിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ ഒരു തണലുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി കർത്താവ് യോനായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സ്നേഹരാഹിത്യത്തിൻ്റെ അനുഭവത്തിലൂടെ ഒരാളെ ദൈവം കടത്തിവിടുകയാണ്. മറ്റൊരാളോട് കരുണ കാണിക്കുവാൻ കരുണയില്ലാതായി പോകുന്ന നിമിഷങ്ങളിലൂടെ ഒരു ശുശ്രൂഷകനെ ദൈവം കടത്തിവിടുകയാണ്. അതുകൊണ്ടാണ് എല്ലാ അനുഭവങ്ങളും നമ്മളെ നിത്യതയോളം എത്തിക്കുന്നതാണ് എന്ന് നമ്മൾ ആരാധനയ്ക്ക് മുൻപിൽ പാടുന്നത്. എല്ലാ അനുഭവങ്ങളും നമ്മളെ നിത്യതയോളം അടുപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു വാടാമുൾച്ചെടി വാടിപ്പോകുകയാണ്. ഒരിക്കലും വാടില്ല എന്ന് യോന കരുതിയ ഒരു തണൽ മരം വാടിപ്പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് തിരിച്ചറിയണം. ഒരിക്കലും അസ്തമിക്കില്ല എന്ന് കരുതിയ സാമ്രാജ്യങ്ങൾ അസ്തമിച്ച ചരിത്രമാണ് മനുഷ്യ ചരിത്രത്തിലുള്ളത്. ഒരിക്കലും പ്രതാപം അസ്തമിക്കില്ല എന്ന് കരുതിയ സാമ്രാജ്യങ്ങൾ വീണ് നിലംപതിച്ചു. ഒരിക്കലും ഉയർത്തിയ കരം പിന്നോട്ട് വലിക്കില്ല എന്ന് കരുതിയ ചക്രവർത്തിമാരുടെ കരങ്ങൾ മരണത്തിലൂടെ നിശ്ചലമായത് കണ്ടവരാണ് നമ്മൾ. ഒരിക്കലും നശിക്കാത്ത ഒരു സ്നേഹം
അത് ദിവ്യകാരുണ്യ സ്നേഹം മാത്രമാണ്, ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. മനുഷ്യർ ഉപേക്ഷിച്ചേക്കാം, മാതാപിതാക്കൾ ഉപേക്ഷിച്ചേക്കാം, പെറ്റ കുഞ്ഞിനെ പോലും എടുത്തെറിയുന്ന അനുഭവത്തിലേക്ക് മാതാപിതാക്കളുടെ കരങ്ങളും കണ്ണുകളും കരളും കല്ലായിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ കരുണയുടെ ഒരു രൂപം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവകരുണ, ആ ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ജനത്തോട് കരുണ തോന്നേണ്ട കാര്യമില്ലേ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ യോനായ്ക്ക് മറുപടി മുട്ടിപ്പോവുകയാണ്. ഈ ചെടിയോട് നീ ഇത്രമാത്രം കോപിച്ചെങ്കിൽ, നീ നനയ്ക്കാതെ വളർന്നു വന്ന ഈ ചെടിയോട് നിനക്ക് ഇത്രമാത്രം സ്നേഹം തോന്നിയെങ്കിൽ, ഇടം വലം തിരിയാൻ കഴിവില്ലാത്ത നിനവയിലെ 1,20,000 ജീവനുകളോട്, മനുഷ്യരോട് എനിക്ക് കരുണ തോന്നേണ്ടതല്ലേ എന്നൊരു ചോദ്യത്തോടു കൂടി ഈ പുസ്തകം അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പുസ്തകം നമ്മുടെ മുൻപിൽ ചില ചോദ്യങ്ങൾ ഉയർത്തിവെക്കുന്നുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ നടന്നു പോകുന്ന വഴികളിൽ നമ്മുടെ കരുണ പ്രതീക്ഷിച്ച് നിൽക്കുന്ന, നമ്മുടെ ഒരു തലോടൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന, നമ്മളിൽ നിന്നൊരു വചനം കിട്ടാൻ ആഗ്രഹിക്കുന്ന അനേകം ആളുകളുണ്ട്. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് പരിചിതമായ വേദഭാഗമാണ് അന്ത്യവിധിയുടെ വേദഭാഗങ്ങൾ. അന്ത്യവിധിയിൽ കർത്താവ് മഹത്വത്തിൽ വരുന്ന സമയത്ത് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ആളുകളെ മാറ്റി നിർത്തുമ്പോൾ വലതുവശത്തുള്ളവർ അന്തം വിട്ട് നിൽക്കുകയാണ്. അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ വെള്ളം തന്നു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം നൽകി, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ അവിടെ വന്ന് സന്ദർശിച്ചു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് മരുന്ന് വാങ്ങി തന്നു. അവരന്തം വിട്ട് ചോദിച്ചു, കർത്താവേ, നിന്നെ രോഗിയായി കണ്ടത് എപ്പോഴാണ്? നിന്നെ ജയിലിൽ ഞങ്ങൾ വന്ന് കണ്ട് സന്ദർശിച്ചത് എപ്പോഴാണ്? നീ മുറിവേറ്റ് വീണ് കിടന്നപ്പോൾ നിന്നെ ആശ്വസിപ്പിച്ചത് എപ്പോഴാണ്? കർത്താവ് മറുപടി പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇടതുഭാഗത്തുള്ളവരോട് കർത്താവ് പറയും, ഈ ചെറിയവരിൽ ഒരുവനത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഹല്ലേലൂയ. ഇവിടെ പ്രിയമുള്ളവരെ, കരുണ വറ്റി വരണ്ടു പോകുന്ന കണ്ണുകളും കല്ലായി പോകുന്ന ഹൃദയങ്ങളുമൊക്കെ ശിലാതുല്യമായ ഹൃദയം മാറ്റി മാംസളമായൊരു ഹൃദയം നൽകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ കുറേ കൂടി മാംസളമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീര് കണ്ടാൽ അലിയാത്ത ഹൃദയങ്ങളും, മുലപ്പാൽ നൽകുന്ന അമ്മയ്ക്ക് പോലും കുഞ്ഞിനെ എടുത്തെറിയാനുള്ള ആർജവത്വം വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തോട്, ദൈവകരുണയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. 1,20,000 പേരോട് ഞാൻ കരുണ കാണിക്കേണ്ടതല്ലേ, അങ്ങനെ അനുകമ്പ തോന്നരുതെന്നോ എന്നൊരു ചോദ്യം കർത്താവ് യോനായോടല്ല, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്നോടും നിങ്ങളോടുമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കരുണയില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. ദൈവം നൽകിയ അധികാരം, എനിക്ക് മരണം വരെ കോപിക്കാൻ കാരണമുണ്ട് എന്ന് യോന പറയുന്നതിനകത്ത് ഒരഹങ്കാരവും ഒരധികാരവുമുണ്ട്. ദൈവം നൽകുന്നതല്ലാതെ യാതൊരു അധികാരവും നമുക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം ഒരു കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന അധികാരമല്ലാതെ മറ്റൊരധികാരമില്ല. കരുണയോടും സ്നേഹത്തോടും കൂടി മറ്റുള്ളവരോട് ഇടപെടുവാൻ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ലേ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളെ, നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷാ വേദികളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് കഴിയുന്നിടത്താണ് ഈ യോനായുടെ ജീവിതം നമുക്ക് അനുഭവമായി മാറുന്നത്. ഈ 3 ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ ഈ വചന സാധനയിലൂടെ നമ്മൾ കണ്ടെത്തിയത് യോനായെ അല്ല, യോനായിലൂടെ നമ്മളെ ഓരോരുത്തരെയുമാണ്. ആ യോനായുടെ പുസ്തകത്തിലെ ക്യാരക്ടറുകളിൽ ആരുടെ ഭാഗത്താണ് നമ്മളായിരിക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ യോനായാകാം, അല്ലെങ്കിൽ കപ്പലപകടത്തിൽപ്പെടുന്ന ഒരാളെ എടുത്തെറിയുന്ന ഒരു കപ്പിത്താനായി മാറാം, അല്ലെങ്കിൽ ഒരു സുവിശേഷം കേട്ട് കഴിയുമ്പോൾ തെറ്റുകളെ ഓർത്ത് വിലപിക്കുന്ന, വിലാപം പ്രഖ്യാപിക്കുന്ന ഒരു രാജാവായി മാറാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിന് മുകളിൽ തണൽ വിരിക്കുന്ന ഒരു ചെടിയായി മാറാം, അല്ലെങ്കിൽ എല്ലാ തെറ്റുകളെയും പൊറുക്കുന്ന ഒരു പിതാവിൻ്റെ ഹൃദയത്തോളം നമുക്ക് വളരാം. ഏതാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഈ 3 ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ദൈവത്തിൽ നിന്ന് അകന്ന യോന, ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന യോന. 3-ാം ദിവസം നമ്മൾ ഇന്ന് കണ്ടത് ദൈവത്തെക്കാൾ മുന്നേ ഓടുന്ന ഒരു യോന. അങ്ങനെ ഒരാളെ
ദൈവത്തിന് ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമില്ല. ദൈവത്തെക്കാൾ, ദൈവത്തിൻ്റെ ചിന്തകളേക്കാൾ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി. കർത്താവ് വചനത്തിൽ പറയുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. കർത്താവിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളേക്കാൾ ഉന്നതമാണ്. അതുകൊണ്ട് ആ പരമപിതാവിൻ്റെ അനുഗ്രഹത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ കരുണയില്ലാതെ നമ്മൾ പെരുമാറിയ ഏതെങ്കിലും നിമിഷങ്ങളുണ്ടോ എന്ന ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന ഈ സമയത്ത് നമുക്ക് ചോദിക്കാം. നമ്മൾ വഴി ആരുടെയെങ്കിലും കണ്ണുനീരോ രക്തമോ ഈ ഭൂമിയിൽ വീണുപോയിട്ടുണ്ടോ? ആരുടെയെങ്കിലും കണ്ണുനീരോ രക്തമോ ആബേലിൻ്റെ രക്തം പോലെ ദൈവസന്നിധിയിൽ കിടന്ന് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു രക്തം നമ്മുടെ കരങ്ങൾ കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ വീണുപോയിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പൂർവ്വ തലമുറകളിൽ അങ്ങനെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ 3 ദിവസങ്ങളിൽ വചനം കേൾക്കുവാൻ കർത്താവ് നൽകിയ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശാലോമിൻ്റെ ശുശ്രൂഷകളോട് ചേർന്ന് ലോകരാജ്യങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, യേശുവിൻ്റെ നാമത്തിൽ നമ്മളൊരു കുടുംബമാണ്, നമ്മൾ ദൈവ മക്കളാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ ആത്മാവിൽ ഒന്നാണ്. ഞാൻ ശാരീരികമായി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ആത്മാവിൽ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പൗലോസ്ലിഹായെ പോലെ പരിശുദ്ധാത്മാവിൽ നമ്മളൊന്നാണ് എന്ന് തിരിച്ചറിവോടെ നിങ്ങളുടെ വേദനകൾ, നിങ്ങളിൽ ആര് വേദനിക്കുമ്പോഴാണ് ഞാൻ വേദനിക്കാത്തത്? ഒരു ചെറിയ അവയവം വേദനിക്കുമ്പോൾ പോലും ശരീരം മുഴുവൻ വേദനിക്കുന്നത് പോലെ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, സഭാപിതാക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി, നമ്മുടെ മീഡിയ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ വെളിപ്പെട്ടു വരുവാൻ, ശുശ്രൂഷകർ ഉയർത്തുവരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാലഘട്ടത്തിന് അനുയോജ്യമായ അഭിഷേകമുള്ള ശുശ്രൂഷകരെ യോനായെപ്പോലെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരട്ടെ. ഒരുപാട് നിനവേ നഗരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ അടിമത്തത്തിലായിരിക്കുന്ന അനേകം നിനവയിൽ ഉപവാസം പ്രഖ്യാപിക്കുവാൻ, കരങ്ങൾ ഉയർത്തുവാൻ, കർത്താവിൻ്റെ വചനം കൊണ്ട് മഹാനഗരമായ നിനവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ, കർത്താവിന് വേണ്ടി മുറിക്കപ്പെടുവാൻ, കർത്താവിന് വേണ്ടി പൂർണ്ണമായി അഴിയപ്പെടുവാൻ, ഒരു ഗോതമ്പ് മണിയെപ്പോലെ അഴിയപ്പെടുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വചനത്തിൻ്റെ വലിയ അഭിഷേകം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിക്കേണ്ടതല്ലേ? ഞാൻ നിങ്ങളോട് കരുണ കാണിക്കേണ്ടതല്ലേ? ലൂക്ക 6:36 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ആ കരുണയെ, ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് നമ്മുടെ ഈ ശുശ്രൂഷകൾ നമുക്ക് പൂർത്തീകരിക്കാം.
ദിവ്യമായ ഒരു സാന്നിധ്യത്തിന് മുമ്പിലാണ് മൂന്നാമത്തെ ഈ രാത്രിയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. കർത്താവ് ഒരു ദേശത്തോട് കരുണ കാണിക്കാൻ ഒരു പ്രവാചകനെ എടുത്തുയർത്തുകയാണ്. ആ പ്രവാചകന്റെ ഗുണഗണങ്ങളൊന്നും തന്നെ കർത്താവ് പരിഗണിക്കുന്നില്ല. അവൻ എത്ര കുറവുകളുള്ളവനായിരുന്നാലും കർത്താവിൻ്റെ നന്മ ഈ ലോകത്തിൽ വെളിപ്പെടുവാൻ തൻ്റെ ശുശ്രൂഷകരെ തീനാളങ്ങളും അഗ്നിനാവിന് സമവുമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ആ മഹാപദ്ധതി, മഹാനഗരമായ നിനവയിലേക്ക് പാപികളായിരുന്നിട്ടും ആ വ്യക്തികളെ രക്ഷിക്കുവാൻ അനേകം ഇടപെടലുകളിലൂടെ കർത്താവ് ഒരു പ്രവാചകനെ അയക്കുകയാണ്. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, ദേശത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ, ദേശത്തിൻ്റെ അരൂപികളെ ആത്മാവിൽ ബന്ധിച്ചു നിർത്തുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ദേശത്ത് വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാർ ആരാധിച്ചപ്പോൾ ചെങ്ങലക്കെട്ടുകൾ അഴിഞ്ഞു വീണതുപോലെ ഈ രാത്രിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു ശക്തി, തടവറ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ദേശത്തെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ആധിപത്യങ്ങളുടെ മേഖലകളിൽ നിന്ന് കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് ദേശം മുഴുവൻ, നമ്മൾ താമസിക്കുന്ന വീടുകൾ, നമ്മുടെ പറമ്പുകൾ, നമുക്കുള്ളത് സകലതും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കാം. നിങ്ങൾ ഏത് സ്ഥലത്തും സാഹചര്യത്തിലോ ആയിരുന്നാലും ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിക്കുക. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കണമേ. അന്ധകാര ബന്ധനങ്ങൾ, ആധിപത്യങ്ങൾ കർത്താവേ കൂട്ടായ്മയിൽ നിന്ന്, ദേശത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ, അവരുടെ ജീവിതക്രമങ്ങളെ, അവരായിരിക്കുന്ന മേഖലകളെ ശക്തമായൊരു അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. കാരുണ്യത്തിൻ്റെ തിരുരക്തം ഒഴുകണമേ കർത്താവേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കരങ്ങളടിച്ച് പാടി മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവായ ദൈവം, സർവശക്തനും സർവാധിപനും അത്യുന്നതനുമായ ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ, ഏത് സിംഹക്കുഴിയിൽ നമ്മൾ വീണാലും അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ, ഏത് അന്ധകാര ബന്ധനത്തിൽ നമ്മൾ ആണ്ടുപോയാലും, ഏത് മരണകരമായ സാഹചര്യത്തിൽ നമ്മളായിരുന്നാലും കർത്താവ് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, നമ്മുടെ കൂടെയുള്ളൊരു ദൈവം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ പക്ഷത്ത് നിൽക്കുമെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പെറ്റമ്മ മറന്നാലും മറക്കാത്തൊരു സ്നേഹം. ആരൊക്കെ വഴിയരികിൽ അറിയില്ല എന്ന് പറഞ്ഞാലും മാറോട് ചേർത്ത് പിടിക്കുന്നൊരു സ്നേഹം. ഏത് പന്നിക്കുഴിയിൽ പോയി വീണാലും തിരികെ വന്നാൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന
ഒരപ്പന്റെ സ്നേഹം, ആബാപിതാവിന്റെ സ്നേഹം. ആ സ്നേഹത്തിന് മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം, കാരുണ്യവാനും കരുണയുള്ളവനും തന്റെ ശരീരം ദിവ്യകാരുണ്യമായി നൽകിയവനുമായ കർത്താവിനെ നമ്മൾ ഈ സമയം ആരാധിക്കുകയാണ്. ഹൃദയങ്ങൾ കർത്താവിലേക്ക് കൊടുക്കട്ടെ. ശരീരം, മനസ്സാത്മാവ് സമർപ്പിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച് അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ജീവിതത്തിന്റെ ആകുലതകൾ, പ്രതിസന്ധികൾ, ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാതെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു നാളെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാതെ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ ഒരു കുഞ്ഞിനെ പോലെ ജീവിതം സമർപ്പിച്ച്, കർത്താവേ, ഞാനല്ല, അങ്ങാണ്, ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, നാളെയുള്ള ഞങ്ങളുടെ ജീവിതം, കർത്താവേ, നാളത്തെ ഞങ്ങളുടെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല കർത്താവേ, അങ്ങാണ് എല്ലാമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കരങ്ങളടിച്ച് കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. എന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഉയർത്തി കരങ്ങളടിച്ച് അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. വിളിക്കുന്ന യേശുവേ, സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിനവേ നഗരത്തില് 1,20,000 പേരോട് കരുണ കാണിച്ചൊരു ദൈവം, അനുകമ്പ തോന്നിയ ദൈവം, ഇടംബലം തിരിയാൻ കഴിവില്ലാത്തൊരു ജനതയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ സ്നേഹം, ആ ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ജീവിതത്തിൽ ഇടവും വലവും തിരിയുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു ദിവ്യകാരുണ്യ സ്നേഹം. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ കരങ്ങളിൽ എടുത്ത അപ്പം ആ ദിവ്യകാരുണ്യത്തിന്റെ അങ്ങേയറ്റമാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. കൊളോസോസ് 2:14 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഇനിമേൽ ഒരന്ധകാര ബന്ധനവും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാ മേഖലകളിലും കർത്താവിന്റെ വിടുതൽ സംഭവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. നമുക്ക് ദോഷകരമായി നിന്ന സകല ലിഖിത നിയമങ്ങളെയും അവൻ കുരിശിലൊടുക്കിയ രക്തത്താൽ കഴുകിക്കളഞ്ഞു. നമ്മുടെ മേലുള്ള ശിക്ഷ അവൻ രക്ഷയാക്കി മാറ്റി. അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി മാറി. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. കർത്താവേ, പാപത്തെയും പാപസാഹചര്യത്തെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ മുൻപിൽ എളിമയോടെ വ്യാപരിക്കുവാൻ ആവശ്യമായ ഒരു ദൈവകൃപ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇപ്പോൾ ഒഴുകി ഇറങ്ങണമേ കർത്താവേ. ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കരുണയൊഴുകട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ, വിടുതൽ സംഭവിക്കുന്നു. കരങ്ങളിടിച്ച് സിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം. സിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം. ഉയർത്തിക്കടിച്ച് കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം, പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. നിനവേ നഗരത്തിലേക്ക് ഒഴുകിയ കരുണ കർത്താവേ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. നിനവേയിലെ പാവപ്പെട്ട മക്കളിലേക്ക് ഒഴുകിയ ദൈവകരുണ പശ്ചാത്തപിച്ച് അനുദപിച്ച് നിനവേയിലെ രാജാവും ജനങ്ങളും മൃഗങ്ങളുമെല്ലാം കർത്താവിന് മുമ്പിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകിയ മഹാകരുണ, ആ ജീവൻ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങണമേ കർത്താവേ. മൃതകരമായ ജീവിതാവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന് ശക്തി ഒഴുകണമേ കർത്താവേ. പാവപ്പെട്ടവരാണ് കർത്താവേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ബർത്തമയൂസിനെ പോലെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, കുഷ്ഠരോഗിയെ പോലെ ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, സക്കേവൂസിനെ പോലെ, പാപിനിയായ സ്ത്രീയെ പോലെ, മരിച്ചഴുകിയ ലാസറിനെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവൻ നൽകണമേ കർത്താവേ, ജീവനുണ്ടാകണമേ. ജീവനില്ലാത്ത മേഖലകളിൽ ജീവൻ പകരണമേ കർത്താവേ. അങ്ങയുടെ കാരുണ്യം ഒഴുകണമേ. ശാപദോഷങ്ങൾ, പൂർവിക ശാപങ്ങൾ കർത്താവേ, അന്ധകാര മേഖലകൾ, ബന്ധന മേഖലകൾ, ഉയർച്ചയില്ലാത്ത ജീവിതത്തിന്റെ അവസ്ഥകൾ ഈ 3 ദിവസത്തെ ശുശ്രൂഷ വഴിയായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ ദൈവികമായ വെളിച്ചം കടന്നു വരണമേ. ജീവനില്ലാത്ത മേഖലകളിലേക്ക് ആത്മാവിന്റെ വെളിച്ചം കടന്നു വരണമേ കർത്താവെ. അന്ധകാരമായതിനെ പ്രകാശിപ്പിക്കണമേ, മൃതികരമായതിനെ ജീവിപ്പിക്കണമേ കർത്താവേ. ഇല്ലായ്മകളെ പ്രകാശിപ്പിക്കണമേ കർത്താവേ. കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക്, മക്കളുടെ പഠനമുറികളിലേക്ക്, യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരിലേക്ക്, ശുശ്രൂഷ ചെയ്യുന്നവരിലേക്ക്, ശുശ്രൂഷ കേന്ദ്രങ്ങളിലേക്ക്, ധ്യാന കേന്ദ്രങ്ങളിലേക്ക്, ദേവാലയങ്ങളിലേക്ക്, കോൺവെന്റുകളിലേക്ക്, കർത്താവേ, മെത്രാസന മന്ദിരങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ 3 നോമ്പിൽ കർത്താവിന്റെ ശക്തി തിരുസഭ മുഴുവനിലേക്ക് വ്യാപരിക്കട്ടെ. തിരുസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഭാ അധ്യക്ഷന്മാർ അഭിഷേകം കൊണ്ട് നിറയപ്പെടട്ടെ. ഈ കാലഘട്ടത്തിന്റെ പുരോഹിതന്മാർ, സന്യാസിനികൾ ഉയരട്ടെ കർത്താവേ. തീഷ്ണമതികളായ ശുശ്രൂഷകൾ കർത്താവേ കേരളത്തിൽ, വിദേശ രാജ്യങ്ങളിൽ ഉയരണമേ കർത്താവേ. ലോകമെമ്പാടും അങ്ങേ ആരാധിക്കുന്ന മക്കളിലേക്ക് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കണമേ. ആത്മഹത്യാ പ്രവണതകൾ, മദ്യപാനത്തിന്റെ അരൂപികൾ, ലഹരിമരുന്നിന്റെ അടിമത്തങ്ങൾ വിട്ടുമാറട്ടെ കർത്താവേ. അടിമത്തങ്ങൾ അകലണമേ. ശക്തിയോടെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവർ മുട്ടിന്മേൽ നിന്ന് കർത്താവിന്റെ ആശീർവാദം എളിമയോടെ സ്വീകരിക്കുക. ദൈവശക്തി അൾത്താരയിൽ നിന്ന് ഒഴുകുകയാണ്. പരിശുദ്ധ കൃപ ഒഴുകുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹൃദയം തുറന്നു സ്തുതിക്കട്ടെ മക്കളെ. കരയാൻ അഭിഷേകം കിട്ടുന്നവർ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. നിലവിളിക്കാൻ അഭിഷേകം കിട്ടുന്നവർ നിലവിളിയോടെ പ്രാർത്ഥിക്കട്ടെ. ശക്തിയോടെ ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ.
പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു ഞാനിതാ. ജീവിതത്തിൻ്റെ കർത്താവായി അങ്ങേ ഏറ്റുചൊല്ലുന്നു ഞാൻ മുതാ.